ബിഷപ്പ് ഹൗസിലെത്തിയതിനു ശേഷം നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുകയാണ്. എനിക്ക് സംസാരിക്കാൻ നാളെ കേരളത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രിയായി ഞങ്ങൾക്കേറെ സ്നേഹവും ബന്ധവും പരിചയവുമുള്ള ശ്രീ വി ഡി സതീശൻ അദ്ദേഹത്തിൻ്റെ പുതിയ നിയോഗം തുടങ്ങുകയാണ്. വർഷങ്ങളായിട്ടുള്ള ഒരു ബന്ധവും അടുപ്പവും പ്രത്യേകിച്ചൊരു നമ്മുടെ ദേശത്തെ സംബന്ധിച്ച് പുതിയൊരു നിയോഗത്തിൽ അദ്ദേഹം പ്രവേശിക്കുമ്പോൾ എല്ലാ ദൈവാനുഗ്രഹങ്ങളും എല്ലാ നന്മകളും ഞങ്ങൾ എല്ലാവരും നേരുകയാണ്. ആ സ്നേഹബന്ധത്തിലാണ് ഈ തിരക്കേറിയ ദിവസത്തിൻ്റെ തിരക്ക് പിടിച്ച ഈ മുഹൂർത്തത്തിൽ ഇവിടെ വരുന്നതിന് അദ്ദേഹം ഔദാര്യം കാണിച്ചത്. അദ്ദേഹത്തിൻ്റെ എല്ലാവിധമായ ശുശ്രൂഷകൾക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ ദേശത്തിൻ്റെ കെട്ടുപണിക്ക് അദ്ദേഹം നൽകുന്ന വലിയ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം എല്ലാ വിജയവും നേരുന്നു. ദൈവം കൂടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മതനിരപേക്ഷതയ്ക്കാണ് ഞാൻ മുൻതൂക്കം നൽകുന്നതെന്ന് നിയുക്ത മുഖ്യമന്ത്രി പറയുന്നത്. താങ്കളും എപ്പോഴും ഈ ന്യൂനപക്ഷങ്ങൾ ആഗ്രഹിക്കപ്പെടുമ്പോൾ ആദ്യം ഉയരുന്ന ശബ്ദം താങ്കളുടെയാണ്. അപ്പോൾ സ്വാഭാവികമായി അത്തരം സംഭവങ്ങളെക്കുറിച്ച് ക്രൈസ്തവ സഭകൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ. അത്തരം ഏതെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ ചർച്ചയായിട്ടുണ്ടോ? അദ്ദേഹത്തിനോട് പറയാൻ എന്താണുള്ളത്? ഇപ്പോൾ ഒരു പ്രശ്നവും ഇല്ലല്ലോ, കാരണം മുഖ്യമന്ത്രി ആയിട്ടില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ എല്ലാം വളരെ ക്ലീനാണ്. അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ വാക്ക് ഇത് ദൈവനിയോഗമെന്നാണ്. ഞങ്ങൾക്കതിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. പിന്നെ എല്ലാ സമൂഹങ്ങളെയും ബഹുമാനിച്ചും എല്ലാ സമൂഹങ്ങളുടെ ആവശ്യങ്ങളെ പരിഗണിച്ചും നമ്മുടെ ദേശത്തിൻ്റെ പുരോഗതി ഉറപ്പാക്കിയുമുള്ള സംരംഭങ്ങളാണ് ഈ നാടിന് ആവശ്യം. അതിന് ഞങ്ങളുടെ എല്ലാ ശക്തമായ പിന്തുണയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു വിഭാഗമായിട്ട് പറയുകയല്ല, കേരളത്തിൻ്റെ എല്ലാ സമൂഹങ്ങളെയും മാനിക്കുന്ന ഒരു ഭരണം അദ്ദേഹത്തിൽ നിന്നുണ്ടാകും എന്ന് ഞങ്ങൾക്ക് കുറച്ച് വിശ്വാസമുണ്ട്. ശരി, താങ്ക് യു. മലങ്കര സഭാ അധ്യക്ഷൻ ബസേലിയോസ് മാർ ക്ലിമീസ് കാത്തോലിക ബാവയെ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ സന്ദർശിക്കുകയായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് ക്ലിമീസ് ബാവ ആശംസകൾ നേർന്നു. ആ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. സന്ദർശനത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്.